വെൽക്കം ബാക്ക്. ന്യൂ ടോപ്പിക്, പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. പേര് സൂചിപ്പിക്കും പോലെ തന്നെയാണ് കഴിഞ്ഞു പോയ ഒന്നിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റാണ്. കഴിഞ്ഞു പോയ ഒരു കാര്യത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ആ കഴിഞ്ഞു പോയ കാര്യത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഈ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നത്? നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്കറിയാം ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിലാണ്. ഇയർ എൻഡിലാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ അക്കൗണ്ടുകളും നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നത്. അതുവരെ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കും. സംഭവിക്കുന്ന കാര്യങ്ങൾ മുറയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്തു വന്നതിന് ശേഷം അവസാനം ഇയർ എൻഡ് ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു. ആ സമയത്താണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ചില ഒമിഷൻസ് അല്ലെങ്കിൽ എറേഴ്സ് സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്നത്. ഒന്നുകിൽ ഒമിഷൻസ് ആവാം, അല്ലെങ്കിൽ എറർ ആവാം, അല്ലേ? അപ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചു, എന്താണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു. വലിയൊരു മിസ്റ്റേക്കല്ല, ഒരു ചെറിയ മിസ്റ്റേക്ക് മൊത്തത്തിൽ എന്ത് ചെയ്തു, മാറി. ഒരു കാര്യമായിരിക്കും വിട്ടുപോയത്. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന കാര്യമായിരിക്കും വിട്ടുപോയത്. അല്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിച്ചില്ല. നിങ്ങൾക്ക് സംഭവിക്കാറില്ലേ? പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാറില്ല, അത് വിട്ടുപോകുന്നു. അയ്യോ അറിയാമായിരുന്നു, എന്ത് ചെയ്തു, വിട്ടുപോയി. ഇങ്ങനെ സംഭവിക്കുന്ന തെറ്റുകൾ എവിടെയും സംഭവിക്കാം, ഫേമിനകത്തും സംഭവിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്ടിഫൈ ചെയ്യണം. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ബുക്കെല്ലാം കൂടെ നമുക്ക് വെട്ടിത്തിരുത്തി കളയാനായിട്ട് പറ്റത്തില്ല. ഇതിനെ നമുക്ക് നമ്മൾ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളെ നമുക്ക് വീണ്ടും അവിടെ ചെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരുത്താനായിട്ട് കഴിയത്തില്ല. നമ്മൾ അതിനെ എന്ത് ചെയ്യണം, വീണ്ടും അതിനെ റെക്ടിഫൈ ചെയ്യുന്ന എൻട്രീസിലൂടെ വേണം അതിനെ എന്ത് ചെയ്യാനായിട്ട്, ആ റെക്കോർഡിനെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, റെക്ടിഫൈ ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ ഓഫീസിലിരിക്കുന്ന ബുക്സുകൾ ഒരിക്കലും നിങ്ങൾ ബുക്കിലേക്ക് എന്താ ചെയ്യുന്നത്, എഴുതി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, തെറ്റുപറ്റുക ഉടനെ എഴുതിയതിലിട്ട് എന്ത് ചെയ്യുന്നു, തിരുത്തുന്നു. അത് നമുക്ക് എവിടെ ചെയ്യാൻ പറ്റില്ല, പാർട്ണർഷിപ്പ് ഫേമുകളിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. റെക്കോർഡ് ചെയ്തത് തന്നെയാണ്. പിന്നെ നമ്മൾ അതിനെ റെക്ടിഫൈ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള അക്കൗണ്ടുകൾ നമ്മൾ എന്ത് ചെയ്യണം, വരച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിനായിട്ടാണ് ഇപ്പോൾ ഒരു ഒമിഷൻ സംഭവിച്ചു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ല, ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് നമ്മൾ ഇയർ എൻഡിൽ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ബാക്കി റെക്ടിഫൈ ചെയ്തിട്ടുള്ള എൻട്രീസ് എഴുതുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇൻ സർട്ടൻ കേസസ് ആഫ്റ്റർ ക്ലോസിംഗ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഇറ്റ് ഈസ് ഡിസ്കവേർഡ് ദാറ്റ് സർട്ടൻ എറർ ഓർ ഒമിഷൻ ഹാവ് ക്രെപ്റ്റ് ഇൻ ടു ദ ബുക്സ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ നമ്മൾ ഈ എൻഡിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഏതോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയോ അതൊരു സംഭവം എറർ സംഭവിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ദീസ് യൂഷ്വലി റിലേറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻ ദ റോങ് പ്രൊപ്പോർഷൻ എക്സെട്ര. ഏതുമാവാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആവാം നമ്മൾ വിട്ടുപോയത്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എടുത്തത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ എടുത്തത്, അല്ലെങ്കിൽ നമ്മളെടുത്ത പ്രോഫിറ്റ് ഷെയറിങ് പ്രൊപ്പോർഷൻ ആയിരിക്കാം. എന്തുമായിക്കോട്ടെ, നമ്മൾ അവസാനം ഇയർ എൻഡിലാണ് ആ മിസ്റ്റേക്ക് എന്ത് ചെയ്തത്, കണ്ടുപിടിച്ചത്. ഇൻ സച്ച് കേസസ് നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ് ഹാവ് ടു ബി മെയ്ഡ് ഇൻ ദ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത്തരം മിസ്റ്റേക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്തത്, തിരുത്തേണ്ടി വരുന്നത്. അത് നമുക്ക് അക്കൗണ്ടിലേക്ക് ചെന്ന് തിരുത്താൻ പറ്റില്ല. നമ്മൾ അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എഴുതേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് മിസ്റ്റേക്ക് സംഭവിച്ചതെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വീണ്ടും പ്രിപ്പയർ ചെയ്യണം. ഈ തെറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാത്തിലും മിസ്റ്റേക്കില്ല, ഒരു കാര്യമാണ് നമ്മൾ വിട്ടുപോയത്, അല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും എഴുതിയതിൽ, റേഷ്യോ എടുത്തതിൽ അങ്ങനെ മിസ്റ്റേക്ക് സംഭവിച്ചു. അത് മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ബാക്കി എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കിയെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്താൽ കറക്റ്റാണ്. ഈ ഒരു കാര്യം മാത്രം എന്ത് ചെയ്താൽ മതി, അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതിനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഇൻ സച്ച് കേസസ് നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ് ഹാവ് ടു ബി മെയ്ഡ് ഇൻ ദ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ത്രൂ ആൻ അക്കൗണ്ട് കോൾഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരച്ച് അവിടെ ഈ മിസ്റ്റേക്കിനെ നമ്മൾ ഉൾപ്പെടുത്തി വീണ്ടും ഒന്ന് കറക്റ്റാക്കി, പിന്നെ നമ്മൾ വീണ്ടും ഒരു പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ച് അവിടെ കറക്റ്റാക്കി ബുക്സ് ഓഫ് അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. മുമ്പ് സംഭവിച്ചതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റാക്കി
ബുക്സ് ഓഫ് അക്കൗണ്ടിനെ എന്ത് ചെയ്യുന്നു, കറക്റ്റാക്കുന്നു. ഇതാണ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ പഠിക്കുന്നത്. സാധാരണ ഈ മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽസ് ആയിരിക്കാം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിലായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് പ്രോഫിറ്റ് ഇൻ ദ റോങ് പ്രൊപ്പോർഷൻ ആയിരിക്കാം, പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്തതിലുണ്ടായ മിസ്റ്റേക്ക് ആയിരിക്കാം. അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, മിസ്റ്റേക്കുകൾ പാർട്ട്നേഴ്സിനെ സംബന്ധിച്ച് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് മിസ്റ്റേക്ക് വരുന്നതെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ മിസ്റ്റേക്കിനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതിന് കുറച്ച് സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. എന്നാലും ഞാനത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് മിസ്സിങ് ഐറ്റം എന്ന് നമ്മൾ ഇയർ എൻഡിൽ മനസ്സിലാക്കി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതിയിട്ടില്ല, നിങ്ങൾ എന്ത് ചെയ്തില്ല, അല്ലെങ്കിൽ എഴുതി അത് തെറ്റാണ്, എന്ത് ചെയ്യും? അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫോർ എക്സാമ്പിൾ നമ്മൾ എഴുതിയിട്ടില്ല എന്ന് തന്നെ വയ്ക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ എടുത്തിട്ടില്ല. നമുക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് തരുന്ന ക്യാപിറ്റലിൻ്റെ കൂടെ ഇപ്പം ക്യാപിറ്റലിൻ്റെ പെർസെൻറ്റേജ് കണക്കാക്കിയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. അതവിടെ കാണിച്ചില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം ചെയ്ത് അവസാനം ഇയർ എൻഡിലാണ് ഈ മിസ്റ്റേക്ക് കണ്ടുപിടിക്കുന്നത്. ഇയർ എൻഡിലെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ അറ്റ് ദ എൻഡാണ്, അതായത് ക്ലോസിങ് ക്യാപിറ്റലാണ് നമ്മളെ കയ്യിലിരിക്കുന്നത്. നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത് ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്നാണ്. അപ്പോൾ ഇയർ എൻഡിലെ ക്യാപിറ്റലിൽ നിന്നും നമ്മൾ എങ്ങോട്ട് പോകണം, ഓപ്പണിംഗ് ക്യാപിറ്റലിലേക്ക് എത്തണം. അതിനായിട്ട് സാധാരണ നമ്മൾ ബാലൻസ് ഷീറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിനോടൊപ്പം എന്തൊക്കെ ആഡ് ചെയ്യും, എന്തൊക്കെ ലെസ് ചെയ്യും? യെസ്, ക്യാപിറ്റൽ അക്കൗണ്ടിനോടൊപ്പം ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിനോടൊപ്പം എന്തൊക്കെ ചെയ്യും? ആഡ് നെറ്റ് പ്രോഫിറ്റ്, പിന്നെയോ ലെസ് ഡ്രോയിങ്സ്, ലെസ് നെറ്റ് ലോസ് ആണെങ്കിലോ ലെസ് നെറ്റ് ലോസ് അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ക്യാപിറ്റലിനോടൊപ്പം ആഡ് ചെയ്യും, ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യും. ദെൻ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലെസ്. ഇങ്ങനെ കിട്ടുന്നതാണ് നിങ്ങളുടെ ഇയർ എൻഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇയർ എൻഡിൽ കിടക്കുന്ന ക്യാപിറ്റലിൽ നിന്നും ഓപ്പണിംഗ് ക്യാപിറ്റലിലേക്ക് എത്താനായിട്ട് ആഡ് ചെയ്ത ഐറ്റംസ് എല്ലാം എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ലെസ് ചെയ്ത ഐറ്റംസ് എല്ലാം എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതെന്താണ് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു അല്ലേ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലിൽ എത്തേണ്ട സ്റ്റെപ്പൊക്കെ പഠിച്ചായിരുന്നു. കുറച്ച് പേർക്കെങ്കിലും ഓർമ്മ കാണും. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യാപിറ്റൽ അവിടെ പറയുന്നുണ്ട്, നോക്ക്. ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റിനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. അതിന് ഓപ്പണിങ്ങിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം, കുറയ്ക്കണം. പ്രോഫിറ്റിനെ ലെസ് ചെയ്യണം, ഡ്രോയിങ്സിനെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം, തിരിച്ച് ചെയ്യണം. സാധാരണ നമ്മൾ പ്രോഫിറ്റിനെ ആഡ് ചെയ്യണമെങ്കിൽ തിരിച്ച് ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അവിടെ ഡ്രോയിങ്സ് ലെസ്സാണ് ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ തിരിച്ച് നമുക്ക് ഓപ്പണിങ്ങിൽ എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് കിട്ടും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് പോകാം. നിങ്ങൾക്കിത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എൻഡിലെ ക്യാപിറ്റലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് മിസ്സിങ് ഐറ്റം എന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അസർട്ടൈൻ ദ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിയൂ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വർക്ക് ഔട്ട് ദ എമൗണ്ട് ഓഫ് ഒമിറ്റഡ് ഐറ്റം വിച്ച് ആർ ടു ബി ക്രെഡിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ് മിസ്സിങ് ഐറ്റം എങ്കിൽ നമുക്കിവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടി. ഓപ്പണിംഗ് ക്യാപിറ്റൽ വെച്ചുകൊണ്ട് റേറ്റ് അനുസരിച്ച് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ റേറ്റ് തന്നിരിക്കും ക്വസ്റ്റ്യനിൽ. ആ റേറ്റ് വെച്ച് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇൻറ്റു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ റേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര എന്ന് കിട്ടും. ആ തുക എന്ത് ചെയ്യേണ്ടതായിരുന്നു? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട തുകയായിരുന്നു. ആ തുകയെ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടെത്തുക. അത് കഴിഞ്ഞ് എന്താ പറയുന്നത്? വർക്ക് ഔട്ട് ദ എമൗണ്ട് ഓഫ് ഒമിറ്റഡ് ഐറ്റം വിച്ച് ആർ ടു ബി ഡെബിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് സച്ച് ആസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇത് ഒരു പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിരുന്നു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? ഡ്രോയിങ്സിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ച് കൊണ്ട് നിങ്ങൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്
കാൽക്കുലേറ്റ് ചെയ്യണം. അത് ശരിക്കും എവിടെയാണ് എഴുതേണ്ടത്? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണെന്ന് എഴുതേണ്ടത്. അപ്പോൾ അതാണെങ്കിൽ അത് കണ്ടുപിടിക്കുക. അതല്ല ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. ആസ് ദ കേസ് മേ ബി ഏതാണോ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് അതനുസരിച്ച് എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. ലാസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഫൈൻഡ് ഔട്ട് ദ ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അവിടെ വച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരയ്ക്കുക. അവിടെ ഒരു സാധാരണ ചെയ്യും പോലെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും അതിൽ ചെയ്യുക. നമുക്ക് വിട്ടുപോയ ഐറ്റവും അതിലേക്ക് എഴുതുക. എഴുതി നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കും പോലെയാണ് ഇവിടെ എന്ത് വരയ്ക്കേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരയ്ക്കേണ്ട അതേ ഫോർമാറ്റിലാണ് വരയ്ക്കേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ ഇവിടെ എഴുതുക ഡെബിറ്റ് സൈഡിലും, നെറ്റ് പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിലും. അങ്ങനെ എഴുതി ബാലൻസിങ് ഫിഗറിന് നേരെ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിലേക്ക് എന്ത് ചെയ്ത് കൊടുക്കുക? വീതിച്ചു കൊടുക്കുക. അവരുടെ റേഷ്യോ അനുസരിച്ച് വീതിച്ചു കൊടുക്കുക. അങ്ങനെ എന്ത് കണ്ടുപിടിക്കുക? ബാലൻസ് കണ്ടുപിടിക്കുക. ക്രെഡിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് കിട്ടുന്നതെങ്കിൽ അത് പ്രോഫിറ്റും, ഡെബിറ്റ് ബാലൻസ് ആണ് കിട്ടുന്നതെങ്കിൽ ലോസും. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പോലെ തന്നെയാണ് പ്രോഫിറ്റും ലോസും കിട്ടുക. ദിസ് ഈസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ പാർട്ട്നേഴ്സ്. ആ തുകയെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വേണം വീതിച്ചു കൊടുക്കാനായിട്ട്. പ്രോഫിറ്റ് തന്നെയാണ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വീതിച്ചു കൊടുക്കുക. ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിലേക്ക് ഞാൻ നോട്ട്സ് അയച്ചു തരാം. നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഒന്നുകൂടി വായിച്ച് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ ഞാനൊരു പ്രോബ്ലം അതിൻ്റെ നന്നായിട്ട് പറഞ്ഞു തരാം. അപ്പോഴേക്കും നിങ്ങൾക്ക് ഈ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നന്നായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടിയല്ലോ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്ന്. ഒമിഷൻസ് സംഭവിക്കുന്നു. അപ്പോൾ അത് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിരിക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിട്ടുപോയി റെക്കോർഡ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റലാണെങ്കിൽ നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റേറ്റ് അനുസരിച്ച് ക്യാപിറ്റൽ കണ്ടുപിടിച്ച് ബാക്കി കാൽക്കുലേഷൻസ് ചെയ്യാം. അതല്ല നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചാലേ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു പ്രോബ്ലം ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാകാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ അതിൻ്റെ ഒരു പ്രോബ്ലം പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.